കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന അതേ സെയിം മൗസ് തന്നെ ഈ ക്യാമറയുടെ CCTVയിലും ഉണ്ടാകുമായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ക്രീനിൽ പ്ലേ ബാക്ക് റെക്കോർഡിംഗ് എടുത്ത് നോക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് 2 ബട്ടണുണ്ട്. ലെഫ്റ്റ് ബട്ടൺ, ലെഫ്റ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്. ലെഫ്റ്റ് ക്ലിക്ക് തന്നെ ഡബിൾ ക്ലിക്ക് ഉണ്ട്, ഇങ്ങനെ അടുപ്പിച്ച് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഡബിൾ ക്ലിക്ക്. അതെങ്ങനെ ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. വീഡിയോ കാണിക്കുമ്പോൾ പറയുമ്പോൾ ഈ മൗസിൽ ഇങ്ങനെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അന്നേരമാണ് സ്ക്രീനിൽ കറക്റ്റായിട്ട് നമ്മൾ റെക്കോർഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്ക്രീനിൽ നോക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ മൗസ് അനക്കുന്നതനുസരിച്ച് ഒരു വൈറ്റ് കളർ ആരോ സ്ക്രീനിൽ കർസർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അതിൽ റൈറ്റ് ക്ലിക്കാണ് മൗസിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു മെനു വരുമ്പോൾ ഇതിൽ പ്ലേ ബാക്ക് എന്നുള്ളതിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് എല്ല് പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം എല്ല് പോലെ വരയ്ക്കുക. ലാസ്റ്റ് എത്തിയതിന് ശേഷമാണ് ലെഫ്റ്റ് ബട്ടൺ വിടാവുള്ളൂ. അതിനുശേഷം പ്ലേ ബാക്ക് എന്നുള്ള സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്യാമറയാണ് സെലക്ട് ആയിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ക്യാമറ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ടിക്ക്, ലെഫ്റ്റ് ക്ലിക്ക്, മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് ഉപയോഗിച്ച് ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓരോ ക്യാമറയും എല്ലാ ക്യാമറ ഒന്നിച്ച് വേണമെങ്കിൽ നമുക്ക് ടിക്ക് ഇട്ട് അതിൻ്റെ ഒരേ സമയം പ്ലേ ബാക്ക് എല്ലാ ക്യാമറയും നടന്ന് കാണാൻ പറ്റും. ഇവിടെ ഈ കലണ്ടറും താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡോട്ട് വീണുണ്ട്. ആ ഡോട്ട് വീണ ദിവസങ്ങളൊക്കെ റെക്കോർഡുണ്ട്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസത്തെ റെക്കോർഡിങ്ങിൻ്റെ ടൈം ലൈൻ ആയിരിക്കും ഇവിടെ വരുന്നത്. 24 hours, രാത്രി 12 മണിക്ക് തുടങ്ങി വീണ്ടും രാത്രി 12 മണിക്ക് അവസാനിക്കുന്ന ടൈം ലൈൻ ആയിരിക്കും അതിനകത്ത് വരുന്നത്. ഈ മൗസിൻ്റെ കർസർ ലെഫ്റ്റ് ക്ലിക്ക് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ ടൈം ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് മൂവ് ചെയ്യും. അതിനകത്തൊരു സൂചി കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ആ സമയത്തിൻ്റെ ഇത് നിൽക്കുന്നത്. അത് വേണമെങ്കിൽ ആവശ്യമുള്ള സമയത്തേക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് റെക്കോർഡിംഗ് ടൈം കുറച്ചധികം റെക്കോർഡിംഗ് സമയം ഉണ്ടെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്ലേ ബാക്ക് നല്ല സ്പീഡിൽ വിടാൻ വേണ്ടിയിട്ട് ഏറ്റവും താഴെയായിട്ട് ഈ 1x എന്നാണ് അതിൻ്റെ നോർമൽ സ്പീഡ് കൊടുത്തിരിക്കുന്നത്. അത് മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് ഉപയോഗിച്ച് കൂട്ടാനും അപ്പ് ചെയ്യാനും അതുപോലെ കുറയ്ക്കാൻ ഡൗൺ ചെയ്യാനും പറ്റുന്ന രീതിയിലുണ്ട്. അപ്പോൾ കുറേ അധികം സമയത്തെ ഒരു പ്ലേ ബാക്ക് റെക്കോർഡിങ് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ സ്പീഡിൽ എടുത്ത് കാണാൻ പറ്റും. ഇനി നമുക്കിൻ്റെ ബാക്ക് ലൈവ് സ്ക്രീനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ മൗസിൻ്റെ കർസർ നേരെ ടോപ്പിലേക്ക് പോയിട്ട് ഈ ലൈവിൻ്റെ ഇതിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പോലെ ആദ്യത്തെ ആ ഒരു സ്ക്രീനിലേക്ക് തന്നെ നമുക്ക് എത്താൻ പറ്റും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്ലേ ബാക്കിൽ താഴെ നോക്കുമ്പോൾ അതിൻ്റെ ഡേറ്റ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പുതിയ ക്യാമറ ഫിറ്റ് ചെയ്തിപ്പോൾ ഓൺ ആക്കിയതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ചേ കാണുന്നുള്ളൂ. ഇനി ഇത് ഫുൾ ടൈം വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ടൈം ലൈൻ ഫുള്ളായിട്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ വേറെ ഓഫായി പോകുമോ അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ റെക്കോർഡിങ് അങ്ങനെ തന്നെ ഉണ്ടാവും. നമുക്കതിൻ്റെ ഈ മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് ഉപയോഗിച്ച് ഈ ടൈം ലൈനിൽ ഓരോ സമയത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് എടുത്ത് നോക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്